ചരക്ക് സേവന നികുതി നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാനുള്ള GST കൗൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന സാഹചര്യം പുതിയ തീരുമാനത്തിലൂടെ ഉണ്ടാകുമെന്ന വിമർശനവും ശക്തമാണ്. നിലവിലെ 5, 12, 18, 28% സ്ലാബ് GST നിരക്കുകളെ 5, 18% എന്നീ 2 സ്ലാബ് നിരക്കുകളിലേക്ക് കീഴിലാക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശമുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതീവ നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ GST നിരക്കിൽ നിർണായകമായ ഒരു മാറ്റം വരുത്താനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശയുള്ളത്. ആ ശുപാർശ അനുസരിച്ച് നിലവിലെ 4 നികുതി സ്ലാബുകൾ മാറ്റി 5, 12, 2 സ്ലാബുകളിലേക്ക് മുഴുവൻ നികുതികളും ഏകീകരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നിലുള്ളത്. ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നിലേക്ക് വരുമ്പോൾ ചില സംസ്ഥാനങ്ങളുടെ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മറുഭാഗത്തെ വിലയിൽ വലിയ കുറവുണ്ടാവും എന്നതും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണക്കാർക്ക് ആശ്വാസകരമായ ഒരു നടപടിയിലേക്ക് ഇത് നീങ്ങും എന്നതും ഒരു പോസിറ്റീവായ ഒരു ഗുണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേഗത്തിൽ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരു കാരണം അമേരിക്കയുമായിട്ടുള്ള ഇറക്കുമതി ചുങ്കത്തിൽ ഉണ്ടായ ഒരു പോരാണ്. അമേരിക്ക ചുങ്കം ഇന്ത്യക്ക് വേണ്ടി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മാറി ആ വിപണിയിൽ കൂടി ആഭ്യന്തര വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കൂടുതൽ പണം വിനിമയം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വേഗത്തിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതെന്നാണ് സൂചന. എന്തായാലും ഇതുമൂലം കേരളത്തിന് 8000 കോടി രൂപയോളം നഷ്ടമുണ്ടാവും എന്നാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ധനനഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ധനനഷ്ടം നികത്തിക്കൊണ്ടാണെങ്കിൽ സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളെല്ലാം ഇത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ 5 വർഷക്കാലമെങ്കിലും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ തയ്യാറാണ്. നേരത്തെ GST നടപ്പാക്കിയപ്പോൾ കേരളത്തിനുണ്ടായിരുന്ന ആകെ വരുമാനത്തിൽ നിന്ന് 12,000 കോടിയോളം രൂപ ഒരു വർഷം നഷ്ടമുണ്ടായി. ആ നഷ്ടം പിന്നീട് തുടക്കത്തിലല്ലാതെ പിന്നീട് നികത്താൻ തയ്യാറായിരുന്നില്ല. കേരളമടക്കം 8 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഈ നഷ്ടം നികത്തണം എന്നുള്ള വ്യവസ്ഥ കൂടി ഇതിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ അനുകൂലമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും തീരുമാനം ഇന്നാണ് വരാൻ പോകുന്നത്. ഈ തീരുമാനം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ 2 സ്ലാബുകളും അതോടൊപ്പം തന്നെ സിൻ ടാക്സ് എന്ന പേരിൽ അത്യാഡംബര സാധനങ്ങൾക്ക് വേണ്ടി ഒരു 40% നികുതിയുടെ സ്ലാബ് കൂടി പരിഗണനയിലുണ്ട്. അതും ഇന്നത്തെ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു നീക്കം ഈ നവരാത്രിയോടുകൂടി നടപ്പാക്കുമെന്നുള്ള സൂചനകളാണ് പ്രധാനപ്പെട്ട വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ചർച്ച നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ശരി കിരൺ.